കോവിഡിന് ശേഷം നമുക്ക് ഈ സിബിൽ ഇഷ്യൂസ് ഒരുപാട് കസ്റ്റമേഴ്സ് വരും. പക്ഷെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള 99% കസ്റ്റമേഴ്സിന് നമ്മൾ ലോൺ സർവീസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മിക്ക കസ്റ്റമേഴ്സും ബാങ്കിൽ പോയി ഫസ്റ്റ് ടൈം തന്നെ റിജക്ഷൻ ആവാണ്ട് അവരിയ്ക്കും. പക്ഷേ ആ കസ്റ്റമർ റിജക്ഷൻ ആയാലും വേറൊരു ബാങ്കിൽ കൊടുത്തിട്ട് നമ്മൾ പാസ്സാക്കാൻ നമുക്ക് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ പ്രൊഫൈൽ മൊത്തത്തിൽ നമ്മൾ പഠിക്കും. ഞാനല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് മൊത്തത്തിൽ പഠിക്കും. മിക്ക കസ്റ്റമേഴ്സിനും ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ സ്ലോവിലി അവരെ വിളിച്ച് എന്താണ് സാർ ഇഷ്യൂ, വീട്ടിൽ ആരുടെ പേരിലുണ്ടായിരുന്നു, പിന്നെ ആളുടെ പേരിൽ എടുത്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ടൈമിൽ ലോഗിൻ ചെയ്യണ ഫയൽസ് നമ്മൾ പാസ്സാക്കി കൊടുക്കും. നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിട്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ആളുകൾക്ക് ഈ സിബിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ലോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാറുകളൊന്നും അപ്ഡേറ്റ് ചെയ്ത് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരിക്കലും ഇല്ല. എല്ലാ ആൾക്കാർക്കും വണ്ടി ഇപ്പോൾ സെക്കൻഡ്സ് വെഹിക്കിളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, ലോൺ കിട്ടും. തീരെ നിവൃത്തിയില്ലാത്ത മാത്രമാണ് ഒരു 1% ഒക്കെ റിജക്ഷൻ വരുള്ളൂ. മിക്ക ഡീലർമാരും നമ്മൾ ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പ്രീമിയം ഡീലർമാരായാലും നമ്മൾക്ക് ഇപ്പോൾ 10-70 ഡീലർമാർ കേരളത്തിൽ തന്നെ എനിക്കുണ്ട്. നേരിട്ട് കാണാത്തും ഫേസ് ടു ഫേസ് കാണാത്തും ഡീലർമാരുണ്ട്. ഇവർ തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫയൽ അല്ലെങ്കിൽ ഇന്ന കമ്പനി ക്യാപിറ്റൽ സൊല്യൂഷനിൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റമർ നമ്പർ കൊടുത്താൽ അവർ ലോൺ പാസ്സാക്കി തരും. നമ്മുടെ കയ്യിൽ 23-25 ബാങ്ക്സ് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. സർവീസ് ചെയ്യാൻ പറ്റിയ ബാങ്ക്സ് ഉണ്ട്.